സിനിമയ്ക്ക് ഒരിക്കലും ഒരു കൊമേഴ്ഷ്യൽ ഫോർമുല ഇല്ല. കാരണം എല്ലാ സിനിമയും എല്ലാവരും ചെയ്യുന്നത് അവരവരുടെ സിനിമ ഓടുന്നു പറഞ്ഞു. ഒരു സിനിമയും പരാജയപ്പെടുമെന്ന് വിചാരിച്ചിട്ട് സിനിമ ചെയ്യുന്നില്ല. ഇവിടെ ആളുകൾക്ക് എന്താണ് ഇഷ്ടം എന്നൊന്നുമില്ല. നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ പറയാനുള്ളത് 100% ആത്മാർത്ഥതയിൽ പറയുക. എന്നോട് ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ പത്തേമാരിയുടെ ഡിസ്കഷൻ സമയത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനൊരു കഥ ഇന്നത്തെ കാലത്ത് ആളുകൾ സ്വീകരിക്കുമോ, അല്ലെങ്കിൽ ചെറുപ്പക്കാർ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ഏറ്റവും കൂടുതൽ സിനിമ കണ്ടത് ചെറുപ്പക്കാരാണ്. സിനിമ ഹിറ്റായി. അപ്പം സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇന്നത് ഇഷ്ടം ആളുകൾക്ക് ഇഷ്ടമല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ സിനിമ ചെയ്യുമ്പോൾ 100% ആ സിനിമയോട് ആത്മാർത്ഥത കാണിച്ച് അത് മാക്സിമം നന്നാക്കി കൊടുക്കുക. പിന്നെ ആളുകൾ എന്താ പറയുക, ഇതിനോട് നമ്മൾ 100% ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമ കൊടുക്കും. അതായിരിക്കും ചിലപ്പോൾ വിജയ സിനിമയുടെ ഒരു ഫോർമുല. പ്രവാസികൾക്ക് ഒരുപാട്, പ്രവാസികളുടെ കുടുംബങ്ങൾക്ക്, എൻ്റെ അടുത്ത് നാട്ടിലുള്ള പലരും സിനിമ കണ്ടിട്ട് പറഞ്ഞു വീട്ടുകാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ട്, ഗൾഫുകാരോടുള്ള ആറ്റിറ്റ്യൂഡുണ്ട്. ചില അച്ഛന്മാർ പറഞ്ഞു മക്കളിപ്പം കൂടുതൽ സമയം സംസാരിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് പ്രവാസികൾക്ക് ആ രീതിയിൽ സിനിമ ഒരുപാട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ആദ്യകാല പ്രവാസികൾ 80കളിൽ സിനിമയായാലും നാടകമായാലും പ്രവാസി എപ്പോഴും കോമഡി കഥാപാത്രമായിരുന്നു. കളർ ഡ്രസ്സും കൂളിംഗ് ഗ്ലാസും കയ്യിലൊരു ടാപ്പ് റിക്കാർഡറൊക്കെ ആയിട്ട് നടന്നിരുന്ന പ്രവാസി, അതാണ് 80കളിലെ പ്രവാസികളിലും ഈ കാലഘട്ടങ്ങളിലനുസരിച്ച് മാറ്റങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ 80ലെ പ്രവാസിയല്ല 90s അത് ഇന്നത്തെ കാലത്തെ പ്രവാസികളല്ല. പക്ഷേ ഈ പ്രവാസം വെച്ചിട്ടൊരു സിനിമ ചെയ്യാൻ ഞാൻ തീരുമാനിക്കുകയും പ്രവാസം തേടി അല്ലെങ്കിൽ ആളുകളുടെ അനുഭവങ്ങൾ തേടിയുള്ള യാത്രയിലാണ് ഈ 60-70 കാലഘട്ടങ്ങളിൽ നിന്ന് ഇവിടെ നിന്നും നടന്ന കുടിയേറ്റം. അതായത് ആ കുടിയേറ്റം ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അതായത് ആ കുടിയേറ്റത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ കാണുന്ന എല്ലാ സാമ്പത്തിക പുരോഗതിയുടെയും അടിത്തറ, അത് സാമ്പത്തികം, സാംസ്കാരികം, വിദ്യാഭ്യാസം, നമ്മുടെ ഇത്രയോളം ആശുപത്രികൾ, ഇതെല്ലാം ഇങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് കേരളം മാറാനുള്ള ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് മലയാളികളുടെ ഗൾഫ് കുടിയേറ്റമാണ്. പക്ഷേ അതിൻ്റെ ഒരു തുടക്കം ഈ 60കളിൽ സ്വന്തം, ഞാൻ പറയുന്നത് വെച്ചാൽ ഉറ്റവരെ ജീവിപ്പിക്കാൻ സ്വന്തം ജീവിതം പണയം വെച്ച് ഈ സ്വപ്നഭൂമി തേടിയിട്ട് പത്തേമാരി പോയ ആളുകൾ അവരുടെ ജീവിതം എവിടെ അടയാളപ്പെടുത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഇതാണ് ചരിത്രമെന്ന് ഇന്ന് പലർക്കും അറിയില്ല. ഇന്ന് ഗൾഫിലുള്ള പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെയാണോ മലയാളി ആദ്യം ഗൾഫിലേക്ക് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ സിനിമ റിലീസ് ചെയ്തിട്ട് 30-40ഓളം തിയേറ്ററുകൾ, പല ചടങ്ങുകളിൽ ഞാൻ പങ്കെടുത്തത്. കേരളത്തിലും പങ്കെടുത്തിട്ടുണ്ട്, വിദേശത്തും പങ്കെടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള വേദികളിൽ ഗൾഫിൽ നടന്ന പല പ്രോഗ്രാമുകളും നടന്നിരുന്നത് പത്തേമാരി സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തിയേറ്ററുകളിലാണ്. അത് ഒരു സംഘടന അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ഒരു കൂട്ടായ്മ, അല്ലെങ്കിൽ അവിടെ അസോസിയേഷൻ, ഒരു നാട്ടിൻപുറങ്ങളുടെ അസോസിയേഷൻ, ഇങ്ങനെയുള്ള ഒരു തിയേറ്റർ മൊത്തം വാടകയ്ക്ക് എടുത്തിട്ട് അവരുടെ ഒരു ഗ്രൂപ്പായി വന്നിട്ട് ആ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് അവരുടെ കൂട്ടത്തിലുള്ള ആദ്യകാല പ്രവാസികളെ ആദരിക്കുക. അങ്ങനെ ഒരു ചടങ്ങ് തിയേറ്റർ സ്ക്രീനിന് മുമ്പിലാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചടങ്ങിന് അല്ലെങ്കിൽ ഒരു ആദ്യകാല പ്രവാസികൾ ഈ സിനിമ കാരണം ആദരിക്കപ്പെടുന്നുണ്ടെങ്കിൽ പത്തേമാരി എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡും അംഗീകാരവും അതാ. ഞാൻ എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്നുണ്ട്, ഇപ്പം പുതിയ ആളുകളൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമയിൽ എത്തിപ്പെടുക അല്ലെങ്കിൽ സിനിമ ചെയ്യുക അല്ലെങ്കിൽ വലിയ നടന്മാർ, വലിയ ടെക്നീഷ്യൻസ്, ഇവരുടെ അടുത്തൊക്കെ നമ്മൾ എങ്ങനെയാണ് എത്തുക, അല്ലെങ്കിൽ എന്താണ് എത്തിപ്പെടാനുള്ളൊരു വഴി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മൾ 100% സിനിമ കൊണ്ട് നടക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ കഥയുണ്ട്. ഞാൻ ആദാമിൻ്റെ മകൻ അബു എന്ന് പറയുന്ന സിനിമയുടെ കാണാൻ വേണ്ടിയിട്ട്, മധു അമ്പാട്ടിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പരിചയം എനിക്ക് നേരത്തെ ഇല്ല. മീൻസ് പുള്ളിയുടെ സിനിമകൾ കണ്ട് ഞാൻ പുള്ളിയുടെ ഒരു ഫാനാണ്. എന്നിട്ട് നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ പുള്ളിയെ കൊണ്ട് ക്യാമറ ചെയ്യിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്. അതിൻ്റെ പുറത്താണ് വിളിച്ചു പുള്ളിയുടെ ഓഫീസിൽ ചെന്നൈ ചെന്നപ്പം പുള്ളി പറഞ്ഞത്, ഞാൻ കുറച്ച് കാലമായിട്ട് സിനിമകൾ ചെയ്യാറില്ല, ഭരതൻ്റെ മരണശേഷം ഞാൻ സിനിമകളൊന്നും മലയാളത്തിൽ ചെയ്തിട്ടില്ല, അപ്പം താല്പര്യമില്ല. ഞാൻ പറഞ്ഞു കഥ കേൾക്കാമെന്ന് പറഞ്ഞു. അപ്പം പുള്ളിയുടെ ഓഫീസ് മുറിൻ്റെ അകത്ത് ഇരുന്നിട്ട് പിന്നെ ഞാൻ കഥ പറഞ്ഞു തുടങ്ങിയിട്ട് പുള്ളി മുഴുവൻ കേട്ട് തീർന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ക്ഷയിക്കേണ്ടി വന്നിട്ട് പറയുന്നത്, നമ്മൾ ഈ സിനിമ ചെയ്യുന്നു. ഇത് കുറച്ച് കാലം കഴിഞ്ഞു. പിന്നെ നമ്മൾ നല്ല സൗഹൃദമായി. എൻ്റെ അടുത്ത എന്താ പറയുക, ഈ മധുസാറും റസൂലൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം ഒരു തവണയെങ്കിലും സംസാരിക്കുന്ന ആളുകളാണ്. ഞാൻ ചോദിച്ചിട്ടുണ്ട്, അന്ന് ഞാൻ വന്നത് ഒരു അപരിചിതനാണ് നിങ്ങളുടെ മുന്നിൽ വന്നത്. അപ്പം ഞാൻ എന്താണ് എൻ്റെ ഔട്ട്പുട്ട് ഒന്നും നിങ്ങൾക്കറിയില്ല, പിന്നെ നിങ്ങളെങ്ങനെ സമ്മതിച്ചു എന്ന് ചോദിച്ചപ്പോൾ പുള്ളി തന്നെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, നീ കഥ പറയുമ്പം നമ്മളിങ്ങനെ വിഷ്വൽ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ എന്താ പറയുക, നമ്മൾ അത്രയും നമ്മൾ ഡെഡിക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ നമ്മൾ സിനിമ പാഷനായിട്ട് കൊണ്ടു നടക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള നമ്മളുമായിട്ടുള്ള സംസാരത്തിലായിരിക്കാം ഇവരൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ സിനിമയോടുള്ളൊരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ടായിരിക്കാം ഇവരൊക്കെ നമ്മുടെ കൂടെ കൂടിയത്. സിനിമ എന്ന് പറയുന്നത് ബിസിനസ് എന്ന് പറഞ്ഞാൽ, സിനിമ എന്ന് പറയുന്നത് വലിയ മുതൽ മുടക്കുള്ള ഒരു
എന്താ പറയുക ഒരു വ്യവസായമാണ്. ഒരു സിനിമ നമുക്ക് ഒരു പാട്ട് പാടുന്നത് പോലെ അല്ലെങ്കിൽ ചിത്രരചന പോലെയോ അല്ലെങ്കിൽ അതുപോലെ കാണാൻ പറ്റില്ല. കാരണം ഒരു ബ്രഷും ക്യാൻവാസും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചിത്രം വരയ്ക്കാം. സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ മുതൽ മുടക്കുള്ള അല്ലെങ്കിൽ ഒരു വലിയൊരു വ്യവസായമാണ്. സിനിമയുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് സിനിമയിൽ ഒരു വലിയൊരു ഘടകമാണ്. അത് ഏത് രീതിയിലുള്ള സിനിമകളാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളുടെ സിനിമാസ്വാദനം അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന സിനിമ വെച്ചിട്ടാണ്. അപ്പം ഈ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. നമ്മളൊരു 4 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതൊന്നുമില്ലാതെ പോകുക എന്ന് പറയുന്നത്. അപ്പം ഇതിൽ മുതൽ മുടക്കുന്ന ആളുകളുണ്ട്, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് മുതൽ മുടക്കുന്ന ആളുകൾ. അപ്പോൾ 100% അവരോടൊരു കമ്മിറ്റ്മെൻറ്റ് നമുക്കുണ്ട്. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് സിനിമയിൽ ഒരു വലിയ കാര്യമാണ്. അതാണ് ആദ്യത്തെ കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഒരാൾ നമ്മളെ വിശ്വസിച്ച് ഇത്രയും രൂപ റിലീസ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഇത്രയും രൂപ നമ്മൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അത് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഘടകമാണ്. അപ്പോൾ അത് ചിലരുടെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതാണ് വിജയത്തിൻ്റെ ഫോർമുല അല്ലെങ്കിൽ ഇതാണ് സിനിമ എന്ന് പറയുന്നത് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടാണ് അല്ലെങ്കിൽ ആ കാഴ്ചപ്പാടാണ് സിനിമയുടെ പരാജയവും വിജയവും നിശ്ചയിക്കുന്നത്. ഇപ്പം റസൂലും മധുസാറാണെങ്കിലും എൻ്റെ അതായത് ഇപ്പം വലിയ മാറ്റങ്ങളൊന്നും എൻ്റെ ആദ്യ സിനിമയും ഈ സിനിമയും മുതൽ ആളുകൾ ആരും മാറിയിട്ടില്ല. എഡിറ്ററാണെങ്കിലും ആർട്ട് ഡയറക്ടറാണെങ്കിലും അങ്ങനെ എല്ലാവരും സ്ഥിരം ആളുകൾ തന്നെയാണ്. ഇപ്പം നമുക്ക് നേരത്തെ പിന്നെ എൻ്റെ ഒരു സിനിമ തുടങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം ആ സമയത്തേക്ക് റെഡിയാണ്. അവരെന്ത് തിരക്കുകളുണ്ടെങ്കിലും എന്ത് കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് എനിക്ക് തോന്നുന്നു പത്തേമാരിയുടെ സമയത്തൊക്കെ മധുസാർ 1-2 സിനിമകൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് റസൂലും. അവരുടെ മറ്റ് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് എൻ്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെ സിനിമയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ട് അവർ.